ബാംഗ്ലൂരിലെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം നിയമ നടപടിയിലേക്ക്. അധ്യാപകന്റെ മാനസിക പീഡനമാണ് മരണത്തിന് കാരണമെന്നാണ് കുടുംബത്തിന്റെ ആവർത്തിച്ചുള്ള ആരോപണം. ഇത് ചൂണ്ടിക്കാട്ടി കുടുംബം ഇന്ന് അരുവിക്കര പോലീസിൽ പരാതി നൽകും. സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് നടപടി. അധ്യാപകനും ഹോസ്റ്റൽ വാർഡനുമായ സന്ദീപിൽ നിന്ന് സമാന അനുഭവങ്ങൾ മറ്റു വിദ്യാർത്ഥികൾക്കും ഉണ്ടായെന്ന വെളിപ്പെടുത്തലുകളും പുറത്തുവരുന്നുണ്ട്. ഈ വിവരങ്ങൾ അടക്കം നൽകിയിട്ടുണ്ട്. അരുവിക്കര പോലീസിന് കൈമാറാൻ കുടുംബത്തിന് നീക്കമുണ്ട്. സംഭവത്തിൽ ബാംഗ്ലൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് മാനേജ്മെന്റിനൊപ്പമാണെന്നും പരാതി നൽകാനെത്തിയിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞാണ് പോലീസ് സംസാരിക്കാൻ തയ്യാറായെന്നും ആദിത്യന്റെ കുടുംബം കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. ഇന്നലെ കോളേജിൽ അവിടുത്തെ കുട്ടികൾ പറഞ്ഞത് ഒരു സന്ദീപ് വണ്ടി എന്ന് പറഞ്ഞൊരു അധ്യാപകൻ്റെ പേരാണ് പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന 2 പേര് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ എൻ്റെ മോനെയും കൂടെ അതിൽ ഉൾപ്പെടുത്തി ഈ സന്ദീപ് പാണ്ഡ്യ എന്ന് പറയുന്ന സാറ് മറ്റുള്ള പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് ഇവനും കൂടെ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഇൻസൾട്ട് ചെയ്തത്. ആ ഒരു കേസ് വിഷുവിന് വീട്ടിൽ വന്നപ്പോൾ ആ അമ്മയോട് പറഞ്ഞ ഇങ്ങനൊരു സംഭവം കോളേജിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അതല്ലാതെ വേറൊരു വീട്ടിൽ ഒരു വിഷയമില്ലാതെ തലേ ദിവസം വിളിച്ചത് അമ്മയായിട്ട് സംസാരിച്ച് അതിന് മുമ്പത്തെ ദിവസം വീഡിയോ കോൾ വിളിച്ച് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരു സാധ്യതയും ഇല്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്ന സമയത്തുണ്ടായെന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ ചെന്ന് കുറേ നേരം ഇരുന്നതിന് ശേഷമാണ് BTL കോളേജിലെ മാനേജ്മെൻറ്റ് അവിടെ വന്നത്. പക്ഷേ അവരെയൊക്കെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളങ്ങോട്ട് അകത്തോട്ട് ക്ഷണിച്ചത്. അത് DK ശിവകുമാരൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ കോളേജ് എന്നാണ് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അവരെ തന്നെയാണ് ആദ്യം വിളിച്ചതും. നമ്മളത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ വിളിച്ചത്. തലേ ദിവസം വീട്ടിൽ വിളിച്ചതല്ലേ, വീട്ടിൽ വിളിച്ചിട്ട് ഹാപ്പിയായിട്ട് സംസാരിച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ കോളേജിൽ നിന്ന് വിളിച്ചിട്ട് അവന് വയ്യ, സീരിയസ് ആണ്, പെട്ടെന്ന് ഇവിടെ ഹോസ്പിറ്റലാണ്, പെട്ടെന്ന് വരണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാതെ ഇങ്ങനൊരു ഇഷ്യൂ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഞങ്ങളുടെ ഇപ്പോഴാണ് പറഞ്ഞത്. ആദ്യം അമ്മയുടെ അടുത്ത് കുറച്ച് നാൾ മുമ്പ് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ ഡ്രഗ്സ് കൊടുക്കുന്നു എന്ന് എന്നെ ആദ്യം പറഞ്ഞു. എന്നിട്ട് പിള്ളേരുടെ ഇടയിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് മോശമായിട്ട് പറഞ്ഞു, നീയാണ് കൊടുക്കുന്നത്, നിന്നെ പെടുത്തു എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അങ്ങനെയല്ല. അപ്പോൾ അവൻ്റെ കൂടെയുള്ള എല്ലാ കുട്ടികളും പറഞ്ഞു ആദ്യം അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഈ സാറ് മാറ്റി ചേർത്തിട്ട് പറഞ്ഞു ആദ്യം നീ ചെയ്യില്ലെന്നറിയാം, പക്ഷേ ചെയ്യുന്നവരെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, നീ കാണിച്ചു തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ നല്ലപോലെ ഹരാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം എന്ന് ക്ലാസ്സിൽ ചെന്നാലും ഇതിൻ്റെ ഈ ഒരു എന്തോ ഡ്രഗ്സിൻ്റെ പേര് പറഞ്ഞിട്ട് അവനെ അങ്ങനെ ചോദ്യം ചോദിക്കാൻ വേണ്ടി എണീറ്റ് ഇരുത്തിയാലും നീ അതല്ലേടാ എന്നുള്ള രീതിയിൽ സംസാരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യത്തെ ഫ്രണ്ട്സ് ഇന്നലെ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. അവർ കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ അതിൽ വിഷമമുണ്ടെന്ന് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തായിരുന്നു. ഒരു പോസ്റ്റിൻ്റെ താഴെ കമൻറ്റ് വന്നായിരുന്നു. ഈ ഏതോ ന്യൂസിൻ്റെ താഴെയുള്ള പോസ്റ്റുകൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-20 കമൻറ്റുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഈ ആദിത്യ പാണ്ഡ്യ എന്നുള്ള അക്കൗണ്ട് മെൻഷൻ ചെയ്തിട്ട് പുള്ളിയാണ് ഇതിന് കാരണം, ആദ്യയുടെ മരണത്തിന് കാരണം പുള്ളിയാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ മെസ്സേജ് ഇടണം. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി, എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ നോക്കിയ വേറെ ന്യൂസിൻ്റെ വീഡിയോയുടെയും കമൻറ്റിൻ്റെയും താഴെ നോക്കിയപ്പോൾ എല്ലാത്തിലും വേറെ ആൾക്കാർ ഈ പുള്ളിയുടെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യ സുഹൃത്തുക്കൾ നോക്കി എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഒരു ഫോട്ടോ താഴെ ഞാൻ കമൻറ്റ് ഇട്ട് ഞാൻ ആദ്യ ചേട്ടനാണ്, ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെന്നുള്ളിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, നമുക്ക് കാര്യം അറിയണം, എന്താണ് കാര്യമെന്ന് അറിയണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നോക്കിയപ്പോൾ എനിക്കൊരു 20 കൂടുതൽ കുട്ടികൾ എനിക്ക് മെസ്സേജ് ഇട്ട് ചേട്ടാ ആദ്യയുടെ ഫ്രണ്ട്സാണ്, ആദ്യയുടെ കൂടെ പഠിച്ചതാണ്, ആദ്യയുടെ പഠിച്ചിരുന്നവരാണ്, അവിടുന്ന് ഈ സന്ദീപ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ടോർച്ചർ സഹിക്കാതെ ഡ്രോപ്പ് ഔട്ടായി പോയവർ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ അന്വേഷിച്ചെന്ന് പറഞ്ഞ് ഇയാളുടെ സ്ഥിരം പരിപാടി ഇത് തന്നെയാണ്. ഒരു കുട്ടിയെ ടാർഗറ്റ് ചെയ്തിട്ട് എന്താ പറയുക ഇതുപോലെ ഈ കാര്യം തന്നെയാണ്, സെയിം കാര്യം തന്നെ പറയുന്നത്, നിങ്ങളിങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്ത് കണ്ടുപിടിച്ചെന്നില്ലെങ്കിൽ അടിക്കുന്നത്. എന്നിട്ട് അതിലുള്ള ഒരു കുട്ടി എനിക്ക് അയാൾ അടിച്ച ഫോട്ടോ എനിക്ക് ഇട്ടുതന്നായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.